വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്ക് ഒരു രാവിലത്തെ റുട്ടീനല്ല, രാവിലെ ഒരു ഉച്ച സമയം തൊട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് വീടും പറമ്പും വീട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങളും ഫുഡ് കഴിക്കുന്നതും പുറത്തു പോകുന്നതും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഓരോ ദിവസവും മക്കളിങ്ങനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നില്ല ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ പെട്ടെന്ന് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കാൻ വേണ്ടി പോയ സമയത്തായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. കാരണം ഉപ്പാൻ്റെ പോത്തിനെയും കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. അവരെയും കൊണ്ട് പോയതിന് ശേഷം മാത്രമേ എനിക്ക് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉപ്പാൻ്റെ കയ്യിൽ 2 പോത്തുണ്ട്. ഓൾറെഡി മുന്നേ ഉപ്പാക്ക് വേറെ 2 പോത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒഴിവാക്കി പിന്നെ ഇപ്പോൾ ചെറുതിനൊന്ന് വാങ്ങിയിട്ട് ഇപ്പം അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുന്നേ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഉപ്പാക്ക് ആ സമയത്ത് കുറേ ആടായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ പോത്തായിരുന്നു. ആടിനാട്ടിയും ബെറ്ററായിട്ട് ഉപ്പാക്ക് ഫീൽ ചെയ്തത് ഇതായതുകൊണ്ട് ഇനിയാണ് ഇപ്പോൾ പോറ്റണത്. അപ്പം ഞാനിപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ എൻ്റെ ഒരു ഫാമിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഓരോ കാര്യങ്ങളിപ്പം നിങ്ങളായിട്ട് ഞാനിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചിലതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, കുറേ ആൾക്കാർ കാണുന്നതല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നുള്ളൊരു തോട്ട് എനിക്ക് വരുത്തുന്നുണ്ട്. പിന്നെ ഞാൻ ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്യുന്നത് അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയലില്ല. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ എന്നുള്ള മൈൻഡ് വരും. ചില സമയത്ത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കലുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറയും, എൻ്റെ മനസ്സ് അതിനെതിരെ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ഉണ്ടാവാറുണ്ട് ഞാൻ എന്നോട് തന്നെ. അപ്പോഴാണ് ഈ ഒരു ഡിസ്കഷൻ ഉണ്ടാവല്. അധിക സമയങ്ങളിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ എല്ലാം എന്താ പറയുക, ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണമല്ലോ. അപ്പം എല്ലാ ഭാഗവും നോക്കണം. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും മാത്രമേ ഉൾപ്പെടാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുറേ എന്താ പറയുക, കുറേ കാര്യങ്ങൾ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് നോക്കാനുണ്ടല്ലോ. ആ ഒരു ടെൻഷനും കൂടെ ഉണ്ട് എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ എന്നാലാവുന്ന പോലെ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഒരു എഫേർട്ട് ഇടുന്നതിൻ്റെ ഒരു ഫലം കിട്ടുമായിരിക്കും എന്നില്ല, ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. ഇപ്പം ഞാനിവിടെ ചെയ്യണത്, നമ്മൾ വൈകുന്നേരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു പണ്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇലയട ഇന്ന് ഉണ്ടാക്കണ്ട, ഇന്ന് അവിൽ കുഴച്ചു എന്ന് പറഞ്ഞ്. അവിൽ കുഴക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടതായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ഒരു ഡെയിലി വ്ളോഗ് എന്ന നിലയിൽ, ഡെയിലി റുട്ടീൻ എന്ന നിലയിൽ ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റെസിപ്പി ഞാനിവിടെ പറയുന്നില്ല. കാരണം കുറേ പ്രാവശ്യം പായസത്തിൻ്റെ ആയാലും പിന്നെ എന്താ പറയുക ഇഡ്ഡലീൻ്റെ ആയാലും അവിൽ കുഴക്കുന്ന ആയാലും അങ്ങനെ കുറേ നമ്മളെ ആ ഒരു നാടൻ ഭക്ഷണ രീതിയിലാണ് ഞാനിപ്പോൾ ഓരോ വീഡിയോസ് ചെയ്യണത്. കാരണം വേറെ ഒന്നും ഞാൻ കാര്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കുന്നത്. അപ്പം എളുപ്പമായിട്ടില്ലേ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസിലെ സംഭവങ്ങൾ ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടം. ഞാൻ ഇതിൻ്റെ ഇടയിൽ 2 പഴം കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാം കണ്ടിട്ടായിരുന്നു അത് ഉണ്ടാക്കിയിട്ടുണ്ടത്. അത് മറ്റൊരു കലത്തപ്പം പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് അത് ഉണ്ടാക്കണത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും, പാളിപ്പോവും. അപ്പോൾ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പുതിയത് ട്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കറിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു അളവനുസരിച്ച് ചെയ്താലേ. പക്ഷേ ഈ കേക്ക് അതുപോലെ തന്നെ ഇങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ പാളിപ്പോക്കാണ്. എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ പബ്സ് ഉണ്ടാക്കിയതൊക്കെ അതൊക്കെ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എന്താക്കും, നമുക്കറിയുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കങ്ങനെ ദിവസം തള്ളി നീക്കാന്നില്ല മൈൻഡാണ് ഇപ്പോൾ. അതുപോലെ ഉണ്ടാക്കും കേട്ടോ, സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനെ പുതുതായിട്ടൊന്ന് ട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും എനിക്കത് ഒരു പ്രാവശ്യം ആക്കിയാൽ എന്തായാലും പെർഫെക്റ്റ് ആവില്ല, വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം തന്നെ ഇങ്ങനെ കൊളായി വേസ്റ്റ് ആക്കുന്ന സമയത്ത് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം നിർത്തി. ഇപ്പം ഞാനിവിടെ നമ്മുടെ ഇലയടക്ക് വേണ്ടിയിട്ടുള്ള പണ്ടം അവിടെ പാത്രത്തിൽ വെച്ചിട്ട് അവിൽ കുഴക്കാനുള്ള പണ്ടം എടുത്തു വെക്കുകയാണ്. കാരണം ഇലയടക്ക് കുറച്ച് തിക്കായിട്ടാണല്ലോ നമ്മളെ പണ്ടം വേണ്ടേ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒലിച്ചു വരുമല്ലോ. അതുകൊണ്ട് പിന്നെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉമ്മാക്കൊക്കെ ആ ഉമ്മാൻ്റെ ഒരു സൗകര്യം വെച്ചിട്ട് ഉണ്ടാക്കുന്ന
ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇലയട, ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആ ഒരു കാലത്ത് നമുക്കത്ര ആ ഒരു ലെവലായിരിക്കുമല്ലോ നമ്മളെല്ലാവരും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതുമാത്രമല്ല, കൂടുതലായിട്ട് ഉമ്മാക്ക് ഇങ്ങനെ കൂടുതൽ സാധനങ്ങളൊക്കെ പഠിക്കാനും ഉമ്മാക്ക് താല്പര്യം ഉണ്ടായിന്, പക്ഷെ അതിന് പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഫുഡ് ഐറ്റംസൊക്കെ നമ്മളുടെ ഈ ഒരു മട്ടന്നൂർ ആ ഭാഗത്തുള്ള ഫുഡാണ് അധികവും ഉമ്മാൻ്റെത് ഉണ്ടാവല്. അതായത് ഇവിടുന്ന് നേരിയ പത്തിൽ ചുടുന്ന സമയത്ത് ഉമ്മ ചുടൽ നല്ല ടയർ പത്തിലായിരിക്കും. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്തായിരുന്നു ഉമ്മാൻ്റെ ആ ഒരു ടയർ പത്തിൽ നിന്ന് നല്ല നൈസ് പത്തിലായിട്ട് മാറിയത്. കാരണം റാസിക്ക വന്ന സമയത്ത് ഒരിക്കൽ പത്തിലാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ പത്തിൽ ഉണ്ടാക്കി ഉമ്മ ഇപ്പോൾ പത്തിലിന് എക്സ്പേർട്ടായി, നല്ല നേരെ പത്തിലുണ്ടാക്കും. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ ടയർ പത്തിലാണ്. അപ്പോൾ പിന്നെ ആ ഒരു രീതി ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കൾ വലുതായ പിന്നെയാണ് ഓരോ സാധനങ്ങളും കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഓരോന്ന് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും, അപ്പോൾ ഉമ്മക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ ചെയ്യും. പിന്നെ ഉമ്മ എല്ലാം ചെയ്യാൻ വേണ്ടി വിടും കേട്ടോ. ഉമ്മ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് കിച്ചണിൽ തരും. പിന്നെ എന്താ മെയിനായിട്ടുള്ള പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താക്കിക്കോ ആക്കി കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ക്ലീൻ ആക്കണം. അതാണ് ഉമ്മാൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അധിക സമയത്ത് ഞാൻ ക്ലീൻ ആക്കും. പിന്നെ ചില സമയത്ത് ഇതെല്ലാം ആക്കി ആകെ ടയേർഡായിട്ട് എന്താക്കും, സാധനങ്ങളൊക്കെ അടവെച്ചിട്ട് പോയിട്ടുമുണ്ട്. ഇതിപ്പോൾ ഞാൻ ചോറുണ്ടല്ലോ മോക്ക് സ്കൂളിലേക്ക് നാളത്തേക്ക് തിളപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചോറ് എടുത്ത് വെക്കും. മോക്ക് വേണ്ട ചോറ് ആദ്യം എടുത്ത് വെക്കും. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ അത് മോശമാവണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം ഞാൻ പോണത് ഉപ്പാൻ്റെ കൂടെ പിലാത്രയിലേക്കാണ്. ഉപ്പാക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഉമ്മാൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ മുന്നേ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് റെസിപ്പീസും കാര്യങ്ങളായിരുന്നു ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുണ്ടല്ലോ ഞാനിങ്ങനെ ഓരോ സാധനം ഉണ്ടാക്കി ഫുള്ള് തെറിച്ച് കോളാക്കിയിട്ടെല്ലാം ഉണ്ടാവും. ആ സമയത്ത് ഉമ്മാൻ്റെ നിന്ന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ചീത്തയും കിട്ടിയിട്ടുണ്ട്. കാരണം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ചില ദിവസങ്ങളിൽ മടിയാവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഉമ്മാൻ്റെ കാര്യം. അപ്പോൾ ഇപ്പം ഞാനും ഉപ്പയും നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ചായയും പപ്സാണ് കഴിച്ചത്, ഉപ്പ ചായയും സമൂസയാണ് കഴിച്ചത്. ഉപ്പാൻ്റെ ഷോപ്പിലേക്ക് ഗ്യാസ് അടുപ്പിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അത് ശരിയാക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ ശരിയാക്കി തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇനിയിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവിലൊന്ന് കുഴക്കണം, അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചായ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കൂടെ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എന്തായാലും കമൻറ്റ്സ് ഇടണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഓൾ.